ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്ത് അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ പ്രതിരോധ സേന. ഹിസ്ബുള്ളയുടെ ഒരു ഉന്നത കമാൻഡറെ വധിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഭീകരശേഷി പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ലെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തെക്കൻ ബെയ്റൂട്ടിലെ ഹാരറ്റ് ഹ്രൈക്ക് റെസിഡൻഷ്യൽ കെട്ടിടത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള ഹെയ്തം അലി തബത്തബായി ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചതായി വാർത്താ ഏജൻസിയായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ള സംഘടന ശക്തിപ്പെടുത്താനും ആയുധബലം വിപുലീകരിക്കാനും ചുമതലയുള്ള പ്രധാന നേതാവാണ് കൊല്ലപ്പെട്ടത്. അതേസമയം 28 പേർക്ക് പരിക്കേറ്റതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ വെടിനിർത്തലിന് ശേഷം ഹിസ്ബുള്ളയുടെ സേനയെ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്ക് തബത്തബായി നേതൃത്വം നൽകുകയായിരുന്നുവെന്നും IDF പറയുന്നു. ഈ ഭീഷണി തടയാൻ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെ ലക്ഷ്യമിടുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി നെതന്യാഹു പ്രസ്താവിച്ചു. ദൈവത്തിന്റെ കക്ഷി അല്ലെങ്കിൽ ദൈവത്തിന്റെ പാർട്ടി എന്നർത്ഥം വരുന്ന ഹിസ്ബുള്ള ലബനനിലെ ആഭ്യന്തര യുദ്ധ സമയത്ത് 1980കളുടെ തുടക്കത്തിലാണ് ഇറാന്റെ ശക്തമായ പിന്തുണയോടെ രൂപീകരിച്ചത്. ഈ യുദ്ധം ലബനന്റെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഏകദേശം 60% ക്രിസ്ത്യാനികൾക്ക് ആധിപത്യമുണ്ടായിരുന്ന ഒരു രാജ്യം സംഘർഷ സമയത്തുണ്ടായ പലായനവും ജനസംഖ്യാപരമായ മാറ്റങ്ങളും കാരണം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറി. ഇസ്രായേലിന്റെ സർവനാശമെന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ഹിസ്ബുള്ള കാലക്രമേണ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള രാജ്യത്തിനുള്ളിലെ ഒരു രാജ്യമായി മാറി. ഹിസ്ബുള്ളയെ വീണ്ടും ഉയർന്നു വരാൻ അനുവദിക്കില്ലെന്ന ഇസ്രായേലിന്റെ പ്രസ്താവന വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലെ നടന്ന ഈ ആക്രമണം. 2024 നവംബറിലെ US മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ കരാറിന് ശേഷവും ഹിസ്ബുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം പുനരാരംഭിച്ചത്. ഹിസ്ബുള്ളയുടെ സമ്പൂർണ്ണ നിരായുധീകരണമാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നതെന്നും അത് നടക്കുന്നത് വരെ ആക്രമണം തുടരുമെന്നും കുറച്ച് ദിവസങ്ങൾ മുൻപ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. എന്തായാലും ഈ ആക്രമണം ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കുമോ അതോ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.